ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാ വിശേഷം കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ എല്ലാവരും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനും മക്കളും ഉള്ള സുഖമാണ്. പിന്നെ ഫുഡൊക്കെ കഴിച്ചോ? എങ്ങനെയാണ് ഇപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ നേരം വൈകിട്ടോ. ഇപ്പോഴാണ് ഫ്രീ ആയത്. ഫുഡൊക്കെ കഴിച്ച് എന്താ പറയുക, ഇന്ന് ഫുള്ള് തിരിഞ്ഞു കളി എന്ന് പറഞ്ഞാൽ ഞാൻ പറയണ്ട, നമുക്കിവിടെ ഒരു വഴീൻ്റെ പ്രശ്നമുണ്ട്. അതിൻ്റെ പുറകെ ചൊറയിലിങ്ങനെ എല്ലാത്തിലും പോയി തലയിടുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സ്വഭാവമായത് കൊണ്ട് ഇന്ന് ഫുള്ള് പണിയും ഈ വൈകുന്നേരം ആവാനാക്കി കഴിഞ്ഞപ്പോട്ടോ. അപ്പോൾ ഫ്രീ ആയില്ല. അപ്പോൾ അതിൻ്റെ അടുക്കാണെങ്കിൽ നമ്മൾ ഗ്യാസ് തീർന്നു. ഗ്യാസ് പണി വന്ന് ഗ്യാസ് കാരണം വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരുന്നുണ്ടോയെന്ന് ആർക്കറിയാം. കുറേ ഓൽക്കൊക്കെ ഭയങ്കര ഡിമാൻഡല്ലേ, ഗ്യാസ് കിട്ടണമെങ്കിലും പണിയാണ്. അപ്പോൾ പിന്നെന്താ, എല്ലാവരെയും ഞാനിങ്ങനെ എൻ്റെ വിശേഷങ്ങളൊക്കെ പറയും. നിങ്ങളെ വിശേഷം എന്താണ്? വണ്ടിക്കാരൻ വരുന്നതിന് മുന്നേ ഗ്യാസും കുറ്റി ഇങ്ങോട്ടിട്ട് എടുത്തേക്കട്ടെ. ഒരിക്കലിങ്ങനെ റൂമിൽ നമ്മൾ അടുക്കളയിൽ കൊണ്ടെത്തന്ന് അപ്പോഴേ അതിൻ്റെ ഇടയ്ക്ക് ഒരു കോള് വന്നില്ലേ. നമ്മൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അത് എൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു 1400 രൂപ ആരോ ഗൂഗിൾ പേ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളെ മുമ്പുള്ള വീഡിയോയിൽ ആരോ ഇട്ടതായിരിക്കും എന്ന് വിചാരിച്ചിട്ടോ. പക്ഷേ അവർ തിരിച്ച് കോൾ ചെയ്തു, ഒന്ന് റിട്ടേൺ അയച്ചു തരുമോ, നമ്പർ മാറി വന്നതാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ഇപ്പം തന്നെ അയച്ചു തരാം കേട്ടോ എന്ന് പറഞ്ഞ് ഇപ്പം തന്നെ അയച്ചു കൊടുത്തിട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത് എന്തായാലും നമ്മൾ ഗ്യാസും കുറ്റി ഗ്യാസ് ഓഫാക്കി, എന്താ പറയുക, തീർന്നു പോയി. ഗ്യാസ് തീർന്നു തന്നെ ആയിക്കോ. ഇനി സിഗർ ലാമ്പ് കത്തായിട്ടാണോ പറയാൻ പറ്റൂല, ഗ്യാസിൻ്റെ കാര്യമല്ലേ. ഞാൻ ഭയങ്കര ശക്തിമാനാ കണ്ടോ, ഒറ്റ കൈ കൊണ്ട് കുറ്റി എടുത്ത് പോണേ. അവിടെ കൊണ്ടുവച്ചാലേ നമ്മൾ ഗ്യാസും കുറ്റിയായിട്ട് വരുന്ന ആൾക്കാർക്ക് പണി കുറയല്ലോ. അല്ല ഇനിയിപ്പോൾ ഒന്ന് വരുമോ ആവോ. അങ്ങനെ നമ്മളെ ഇന്ത്യൻ്റെ കുറ്റിയാണ്, അത് നമ്മളിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അല്ല, അപ്പോൾ പിന്നെ പറഞ്ഞു വന്നതല്ലേ, എന്നാ വഴീൻ്റെ പ്രശ്നത്തിലായിരുന്നു. ഇപ്പോൾ എന്താ പറയുക, നമുക്ക് അവിടെ വണ്ടി കുറച്ച് വളയാൻ ഞാൻ ഒരു പറഞ്ഞിനും, വണ്ടി കുറച്ച് വളയായിട്ട് കുറച്ച് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിനല്ലോ. അത് നമുക്ക് ആ സ്ഥലക്കാരനുമായിട്ട് തല്ലുണ്ടാക്കിയിട്ട് എന്താ പറയുക, കച്ചറമലായിരിക്കുന്നത്. നമ്മൾ ഒരു കൂട്ടർ മാത്രമല്ല കേട്ടോ, നമ്മളിവിടെ ഇപ്പോൾ ഒരു 1 2 3 4 5 6 7 വീട്ടുകാരുണ്ട്. ഈ 7 വീട്ടിലേക്കും വളയണമെങ്കിൽ ഒരു വളവാണ് വരുന്നത്. ആ വളവിൻ്റെ അവിടെ ഓന് ക്രോസ് ചെയ്ത് കെട്ടിക്കാൻ. അപ്പം നമുക്ക് സാധനങ്ങളൊക്കെ, ചെറിയ വണ്ടി ഓട്ടോറിക്ഷ കാറൊക്കെ വരും. പക്ഷേ നമുക്ക് എന്താ കല്ലൊക്കെ കൊണ്ട് നമ്മൾ ടിപ്പർ കാര്യങ്ങളൊക്കെ അല്ലേ വരുമ്പോൾ ആ ചെങ്ങായിൻ്റെ അതിരിൻ്റെ മൂല കെട്ടി കുത്തുക. അപ്പോൾ ഓനിപ്പോൾ എന്ത് ചെയ്ത് അതിര് തിരിച്ചിങ്ങാൻ കരിങ്കല്ലുകൊണ്ട് കെട്ടിച്ചിരിക്കുന്നേ. അപ്പോൾ ഓൻ്റെ കല്ലിളകണമെന്ന് പറഞ്ഞാൽ ഇവിടെ കച്ചറക്ക് വരിക. എന്താ പറയുക, കുറേ നമ്മൾ നല്ലോണം എല്ലാവരും പറഞ്ഞു നോക്കി, പക്ഷേ അവന് അമ്പിനും വില്ലിനൊന്നും അടുക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ അതിൽ നീട്ടി കെട്ടിയിട്ടാണല്ലോ, അപ്പോൾ എനിക്ക് പറ്റിയെങ്കിൽ അങ്ങോട്ട് മാറ്റി കെട്ടിക്കോ പറഞ്ഞു. അല്ലാണ്ട് എന്താ പറയുക. ഇപ്പം ഇന്നെല്ലാവരും കൂടി എന്താ പറയുക, പഞ്ചായത്തിലൊരു പരാതി കൊടുക്കാമെന്നൊക്കെ വിചാരിച്ച് അപേക്ഷയൊക്കെ എഴുതി എല്ലാവരും ഒപ്പിട്ട് വെച്ചിട്ട് ഇനിയിപ്പോൾ നാളെ 11 മണിയാകുമ്പോൾ പഞ്ചായത്തിൽ കൊണ്ട് കൊടുക്കണം. കാരണം അവൻ ആ സ്ഥലം വാങ്ങിക്കഴിഞ്ഞെങ്കിലും രജിസ്ട്രേഷനൊന്നും കഴിഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ മുമ്പ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് വിചാരിച്ചിട്ടാണ്. ഓരോരോ ചൊറകളിലെ നല്ലവരൊക്കെ ആരെങ്കിലും വരട്ടെ എന്ന് വിചാരിക്കും നമ്മളെ. പക്ഷെ നല്ലവരൊന്നുമല്ല വരിക, ഇങ്ങനെ കച്ചറക്കൊള്ളികളാണ് വരിക അയൽവാസികളായിട്ട്. ഇവരൊക്കെ ആണെങ്കിൽ ഇവിടെ കൂടണ്ടേന്ന് വിചാരിച്ചിട്ട് ഒന്നിട്ട് ചെയ്യേയില്ല. പിന്നെന്തല്ല, ഞാനിങ്ങനെ ചളവള പറയൂ. നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ലൈവിലിപ്പോൾ വരണമെന്ന് വിചാരിക്കുന്നുണ്ട്. മക്കളൊക്കെ ഉറങ്ങുകയാണ്. ഇപ്പം ഞാൻ ലൈവ് ഇടാൻ നേരത്തേക്കും ചിലപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് എണീച്ച് വരിക. പിന്നെന്താ, എല്ലാവരെയും വിശേഷങ്ങളൊക്കെ പറയട്ടോ. പിന്നെ ചാനലെല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്താ പറയുക, നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. പിന്നെ എന്താ വെച്ചാൽ ലൈക്ക്, കമൻറ്റുകളൊക്കെ, നല്ല നല്ല കമൻറ്റുകളൊക്കെ തരണം. പിന്നെ യൂട്യൂബിൽ നിന്ന് എനിക്ക് യൂട്യൂബ് തുടങ്ങിയതിലൊരു ഉപകാരം എന്ന് വെച്ചാൽ
ഇതേ 4 മിനിറ്റ് എങ്ങാനും നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ കിട്ടുക, പിന്നെയും നമ്മൾ വീഡിയോ പിന്നെയും ലോഡാക്കണം. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഈ ഒരു ചാനൽ തുടങ്ങിയതിന് ശേഷം എനിക്കിത് എന്താ പറയുക, ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടി. പിന്നെ സുഹൃത്തുക്കൾ എനിക്ക് കുറച്ച് കുറവായിരുന്നു. ഫ്രണ്ട്സായിട്ട് 1-2 സുഹൃത്തുക്കളൊക്കെ ഉള്ളൂ. പിന്നെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി. ഇപ്പോൾ ഏതായാലും പറഞ്ഞു തന്നത് എന്താ വെച്ചാൽ, യൂട്യൂബ് ചാനൽ തുടങ്ങിയവർക്ക് കുറേ നല്ല നല്ല ഫ്രണ്ട്സിനെ കിട്ടി. പിന്നെ അതേപോലെ നമ്മളെ നെജിലനെ അറിയാമല്ലോ, നമ്മളെ എന്താ പറയുക, മഷൂറ ഫാത്തിമ, എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അങ്ങനെ തന്നെ പറയാം, എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നല്ല നല്ല കുറേ സുഹൃത്തുക്കൾ എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ വന്നുകൊണ്ട് എനിക്ക് കിട്ടി. അപ്പോൾ ഇനിയും മുന്നോട്ട് നമുക്ക് എന്താ പറയുക, കുറേ നല്ല നല്ല ഫ്രണ്ട്സെല്ലാം കിട്ടും തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ടും സഹകരണവും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഗ്യാസ് വണ്ടിക്കാരൻ ഇപ്പോൾ വരും വിചാരിച്ച് ഗ്യാസും കൂടെ വെച്ച് കുത്തിരിക്കുകയാണ്. കണ്ടോ, കുറ്റി ഇതാ അവിടെ കൊണ്ട് വെച്ചിരിക്കുന്നു. ഇപ്പം 4 മണീൻ്റെ ചായ കുടിക്കണമെങ്കിൽ ഇപ്പം ഞാൻ അടുപ്പ് തീ ഇട്ടേണ്ടി വരും. ഇപ്പോൾ ചോറും കറിയൊക്കെ അടുപ്പത്ത് വെച്ചാണ്. അപ്പോൾ ആ തീ ഇപ്പോൾ കിടും. ഇപ്പോൾ വിലൊക്കെ എണീച്ച് വരുമ്പോൾക്ക് ചായ വേണമല്ലോ. അതിൻ്റെ മുമ്പ് വണ്ടിക്കാരൻ വന്നിനെങ്കിൽ ഒരു സമാധാനമായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും വീഡിയോ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ വീഡിയോ. അപ്പോൾ ഏതായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണുന്നവരെ ബൈ ബൈ.